അദ്വൈതാനുഭൂതിയിൽ 79-ാമത്തെ മന്ത്രത്തിൽ നമ്മളെത്തി നിൽക്കുകയാണ്. 79-ാമത്തെ മന്ത്രം ജ്ഞാതേ സ്ഥാണൗ കുതശ്ചോര ചോരാഭാവേ ഭയം കുതഃ ജ്ഞാതേ സ്വസ്മിൻ കുതോ വിശ്വം വിശ്വാഭാവേ കുതോ അഖിലം. സംസ്കൃതമാണെങ്കിലും വളരെ ലളിതമാണ്. ജ്ഞാതേ സ്ഥാണൗ കുതശ്ചോര. കുറ്റിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൂണിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കള്ളൻ? രാത്രിയിൽ ഒരു കുറ്റിയെ കണ്ടിട്ട് അത് കുറ്റിയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ആ കുറ്റിയുടെ സ്ഥാനത്ത് ഒരു കള്ളനെ നാം ഭാവന ചെയ്തു. അത് അധ്യാസമാണ്, ഉള്ളതുപോലെ കാണപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ ആ കുറ്റിയെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റിയിൽ കണ്ട കള്ളൻ ഇല്ല, അതുള്ളതുപോലെ കാണപ്പെട്ടതാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, കയറിനെ തിരിച്ചറിയാതിരിക്കുമ്പോൾ കയറിൽ ഒരു പാമ്പിനെ ദർശിച്ചാൽ കയറിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ പാമ്പ് ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെട്ടതാണ്. അതുപോലെ നമ്മിലെ ഓരോരുത്തരിലും കാണപ്പെടുന്ന ഞാൻ, നിങ്ങളിലെ ഞാൻ ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ളത് തന്നിലെ താൻ. ഇതാണതിൻ്റെ സ്വാരസ്യം, തിരിച്ചറിയേണ്ടതായിട്ടുള്ള വസ്തു. തന്നിലെ തന്നെ തിരിച്ചറിയുക. ഇതപര്യന്തം തിരിച്ചറിഞ്ഞിട്ടില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു, അപ്പോഴൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, തിരിച്ചറിഞ്ഞ് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, തന്നിലെ താൻ ഞാനേ അല്ല. ഞാനെന്ന് പറയുന്നത് നാമരൂപധാരി, എല്ലാവരിലുമുള്ള നാമരൂപധാരിയായിട്ടാണ് എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. എത്ര നമ്മൾ കേട്ടാലും തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി താൻ അതാണെന്ന് ബോധ്യപ്പെട്ട് നിരന്തര വിചാരത്തിലൂടെ അതിലേക്ക് ഒരു മാറ്റം സംഭവിക്കാത്തിടത്തോളം കാലം വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. ഈ ശരീരം വെടിയുന്നതിന് മുൻപ് ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരുടെ ശ്രദ്ധയാണോ പ്രജ്ഞയാണോ സ്ഥിരപ്പെടുന്നത്, അതാണ് സ്ഥിരപ്രജ്ഞത്വം, സ്ഥിതപ്രജ്ഞത്വം. ആ ഭാവത്തിൽ അവസാന കാലത്ത്, അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. ആരാണോ എന്നെ തന്നെ വിചാരം ചെയ്ത്, ആ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ എന്നെ തന്നെ എന്ന് പറയുമ്പോൾ ആ ഞാൻ ആരാണ്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അഹം ആത്മാ, ഞാൻ ആത്മചൈതന്യം. കൃഷ്ണൻ പറയുകയാണ്, ഞാൻ ഓടക്കുഴൽ വായിച്ചു നടക്കുന്ന കൃഷ്ണനല്ല. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ആത്മതത്വം, പട്ടിയുടെയും പൂച്ചയുടെയും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മതത്വം, അതിനെ മനുഷ്യന് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. ആ തിരിച്ചറിവിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ആത്മതത്വം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അതായത് തന്നിലെ താൻ. അത് ഈ ശരീരത്തിൽ മാത്രമല്ല
സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമി സച്ചിദാനന്ദ സ്വരൂപം. അതിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരുടെ ശ്രദ്ധയാണോ സദാ വർത്തിക്കുന്നത്, അതിന് നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ട, അതൊന്നും കളയണ്ട. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഒളിച്ചോടണ്ട, സന്യാസിയാകണ്ട, ഒന്നും വേണ്ട. ഈ അറിവിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം, ഉയർത്തണം. ഞാൻ ഈ നാമരൂപധാരിയായ ഞാനല്ല. അത് സന്യാസിയായാലും ആ ഭാവം അയാളിലില്ലെങ്കിൽ സന്യാസം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഈ സന്യാസവേഷധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നാമരൂപധാരിയല്ലാതെ ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം അത് സന്യാസിയല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഏതു പ്രകാരമാണോ ആ സച്ചിദാനന്ദ സ്വരൂപം പ്രകാശിച്ചു നിൽക്കുന്നത്, അതുപോലെ തന്നെ സന്യാസിയുടെയും ഉള്ളിൽ ആ സച്ചിദാനന്ദ സ്വരൂപം പ്രകാശിച്ചു നിൽക്കുന്നു. താൻ അതാണ് എന്ന് ബോധ്യമാകാതെ ആ ബോധനിലയിൽ അയാൾ സ്ഥിരമായിട്ടിരിക്കുന്നില്ലെങ്കിൽ ആ വേഷം കൊണ്ട് അയാൾക്ക് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ സന്യാസിയാകുകയൊന്നും വേണ്ട. വേണ്ടത് ഈ അറിവിനെ ആർജിക്കുക എന്നുള്ളതാണ്. ഏതൊരു ഗൃഹസ്ഥനും ഏതൊരു സ്ത്രീക്കും സ്ത്രീ പുരുഷ ഭേദം കൂടാതെ ഏതൊരാളിനും ആ പരമോന്നത നിലയിലേക്ക്, ഏത് നിലയിലാണോ ആദി ശങ്കരാചാര്യ സ്വാമികൾ വിരാജിച്ചിരുന്നത് ആ നിലയിലേക്ക് എത്താൻ ആർക്കും, അവൻ പറയനായാലും ശരി, പുലയനായാലും ശരി, ഏത് ജാതിയിൽ പിറന്നവനായാലും ശരി, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവനായാലും ശരി, ഈ അറിവ് നിലയിലേക്ക് അവന് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കുവാനും ഉയർത്തി നിർത്തുവാനും സാധിക്കുന്നുണ്ടോ? അവൻ ആ പരമോന്നത നിലയിൽ തന്നെ എത്തും. അത് എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും പ്രാപിക്കാവുന്നതാണ്, പ്രാപ്യമാണ്. ഒരുത്തരെയും അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അതാണ് ആധ്യാത്മികതയുടെ പ്രത്യേകത. എല്ലാവർക്കും ഒരേപോലെ. അപ്പോൾ അത് നമ്മൾ കേൾക്കുന്നു, അറിയുന്നു. കേട്ടാൽ മാത്രം പോരാ, ആ അറിവിലേക്ക് ഉണർന്ന് ആ അറിവ് നിലയിലേക്ക് നമ്മെ ഉദ്ധരിപ്പിച്ച് നിരന്തര വിചാരത്തിലൂടെ അതാകണം, അതുമായിട്ട് യോജിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. അത് ഈ മനുഷ്യ ജന്മത്തിൽ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളിനും ആ നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാം, ഉയർത്താം, യോജിപ്പിക്കാം. ആ യോജിപ്പിക്കുന്ന സമയത്തും നിങ്ങളിലെ ഞാൻ പ്രവർത്തനക്ഷമമായിരിക്കും. എന്തുകൊണ്ട്? പ്രാരബ്ധാനുസാരം. പ്രാരബ്ധം തീരുവോളം ആ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ആവനാഴിയിൽ നിന്ന് ഒരു അസ്ത്രമെടുത്തിട്ട് ഒരു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് അതൊരു മൃഗമാണെന്ന് കരുതി ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരമ്പ് വിട്ടുകഴിഞ്ഞാൽ അടുത്ത ശബ്ദം കേട്ടപ്പോൾ അത് ഒരു മൃഗത്തിൻ്റെ അല്ല, ഒരു മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ ആ പിടിവിട്ട അസ്ത്രത്തെ തിരിച്ചു പിടിക്കാൻ കഴിയാത്തതുപോലെ ആണ് നമ്മുടെ ഈ ജീവിതവും. ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നാം ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ചു കഴിഞ്ഞാലും ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, യഥാർത്ഥ നില എന്ന് മനസ്സിലാക്കി അതുമായിട്ട് തൻ്റെ ശ്രദ്ധയെ യോജിപ്പിച്ചാലും വിടപ്പെട്ടിരിക്കുന്ന അസ്ത്രം ഏതു പ്രകാരമാണോ ലക്ഷ്യത്തിൽ ചെന്ന് തറയ്ക്കുന്നത് പോലെ ഞാൻ ഭാവത്തിൽ വിടപ്പെട്ടിരിക്കുന്ന ആ അസ്ത്രം ഞാൻ ഭാവത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ആയം തീരുന്നതുവരെ അത് സഞ്ചരിച്ച് താഴെ വീഴും. പ്രാരബ്ധം തീരുവോളം.
അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇതാണ് സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം. ഞാനെന്ന് പറയുന്നത് ഈ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം അതെന്നിൽ മാത്രമല്ല, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മതത്വം, ആ പരമാത്മതത്വം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതിനെ ഭാവനയിൽ കൂടെ കണ്ട് ബോധിച്ച് ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ അതിൽ തന്നെ നിലനിർത്തി, അതിൽ തന്നെ നിലനിൽക്കുന്ന അവസരത്തിൽ നമ്മളൊരു പട്ടിയെ കാണുമ്പോഴും ആ പട്ടിയിലെ ആത്മചൈതന്യത്തെ ദർശിക്കും. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം തന്നെയാണ് ആ പട്ടിയിൽ കൂടിയും കടന്നു പോകുന്നത് എന്ന ഭാവം ഉണ്ടാകുന്ന അവസരത്തിൽ ആ പട്ടിക്കും നമുക്കും തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടാകുന്നു. ആ പട്ടിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ശൗര്യവും നമ്മുടെ നേർക്ക് പ്രകടിപ്പിക്കപ്പെടുകയില്ല. കാരണം നമ്മുടെ ഭാവം അതുമായിട്ട് യോജിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മജ്ഞാനികളെ ഒന്നും പട്ടി കടിക്കില്ലേ? കടിക്കില്ല. ഇന്നാളൊരു ആത്മജ്ഞാനിയെ പട്ടി കടിച്ചല്ലോ. അദ്ദേഹം ആത്മജ്ഞാനി അല്ല, ആ ഭാവം മാത്രമേ ഉള്ളൂ. യോഗം ഇല്ല. ഭാവം ഉണ്ടായാൽ പോരാ, യോഗം ഉണ്ടാകണം, അതുമായിട്ട് യോജിച്ചിരിക്കണം, യോജിച്ച നില ഉണ്ടാകണം. ജ്ഞാനമുണ്ടായാൽ മാത്രം പോരാ, യോഗവും ഉണ്ടാകണം. ആദ്യം ജ്ഞാനം, ദെൻ യോഗം. യോഗമുണ്ടെങ്കിലേ യാഥാർത്ഥ്യത്തിലേക്ക് ഉയരുകയുള്ളൂ. ജ്ഞാനമുണ്ടാകാം. അപ്പം നിങ്ങളെല്ലാം കേൾക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു. ഓ, ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് ജ്ഞാനം. അതുമായിട്ട് നിങ്ങൾ യോജിച്ചിട്ടുണ്ടോ? ആ യോഗം നടത്തിയിട്ടുണ്ടെങ്കിലാണ് ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നത്. അപ്പം ഇത് കേൾക്കുന്നവർക്കെല്ലാം ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്, ആത്മജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ യോഗം സംഭവിക്കുന്നില്ല. യോഗം എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? സ്വയം എനിക്കതാകണം, ഞാൻ അതാണ്. നിരന്തര വിചാരത്തിലൂടെ ഊണിലും ഉറക്കത്തിലും എപ്പോഴും 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 എങ്ങനെയാണോ ഒരു കാമുകൻ തൻ്റെ കാമുകിയെ സദാസമയവും മനസ്സിൽ തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ ഏതുപ്രകാരമാണോ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സദാ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇനി ഒരു ജന്മം ഉണ്ടാകരുത്, ജനിമൃതികളിൽ കൂടി കടന്നു പോകരുത്, മതി, ആ അറിവിലേക്ക് ഉണരണം എന്നുണ്ടെങ്കിൽ അതാണ് മോക്ഷാവസ്ഥ. ജനിമൃതികൾ ഉണ്ടാകരുത്, മരിക്കരുത്. എങ്ങനെയാണ് മരിക്കാതിരിക്കുന്നത്? തന്നിലെ താനായിട്ട് നിങ്ങളെ മാറ്റണം. ദാറ്റ് ഈസ് ഓൾ. ഈ കേൾക്കുന്ന കാര്യം, ഞാൻ ഈ ഞാനല്ല, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തന്നിലെ താൻ എന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം, ഉയർത്തണം, അതുമായിട്ട് യോജിപ്പിച്ച് സദാ ആ ഭാവത്തിൽ തന്നെ ഈ ശരീരത്തിൽ സദാ നിലനിർത്തണം. അപ്പോഴും ഞാനുണ്ടായിരിക്കും. അപ്പോഴും ഞാൻ പ്രാരബ്ധാനുസാരം വിടപ്പെട്ടിരിക്കുന്ന അസ്ത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് പ്രാരബ്ധം. അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രാരബ്ധം തീരുവോളം അത് സഞ്ചരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് നേടാനുള്ളത് നേടാൻ സാധിക്കും. ഞാൻ അതല്ല, ആ ഞാനല്ല, വിടപ്പെട്ടിരിക്കുന്ന അസ്ത്രം പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഞാനല്ല, എന്നിലെ ഞാൻ എന്ന തിരിച്ചറിവിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ അതിൽ നിന്ന് വിടർത്തി, അതാണ് യഥാ മുഞ്ചാതി ഇഷീകൈവം ആത്മായുക്ത്യ സമുദ്രത.
മുഞ്ചപ്പുല്ലിൽ നിന്ന് ഏതു പ്രകാരമാണോ അതിൻ്റെ ഇളം നാമ്പിനെ വേർതിരിച്ചെടുക്കുന്നത്, അതുപോലെ തന്നിലെ ഞാനും താനും കലർന്നിരിക്കുന്ന ഈ മിശ്രിതത്തിൽ നിന്ന് തന്നിലെ തന്നെ വേർതിരിച്ച് മാറ്റി സ്വയം ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അത്രയേ ഉള്ളൂ. അവിടെ കർമ്മത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സാറ് പറഞ്ഞത് മനസ്സിലായി. അതിനെന്ത് കർമ്മം ചെയ്യണം? ഒരു കർമ്മവും ചെയ്യാനില്ല. ഭാവം മാത്രം. യദ്ഭാവോ തദ്ഭവതു. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ. അത് രണ്ടും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണർന്ന് ഈ ശരീരത്തിൽ ഞാൻ ഭാവത്തെ വെടിഞ്ഞ് താൻ ഭാവത്തിൽ ഈ ശരീരത്തിൽ തന്നെ സദാ നിലനിർത്തുക. ദറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത. അതിന് ആ ഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ആളുകൾ കാഷായം ധരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഭാവം സദാ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റ് ഭാവങ്ങളിലേക്കൊന്നും തൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബാഹ്യമായ ഒരു കവചം എന്നുള്ള നിലയ്ക്കാണ് ആ കാഷായ വസ്ത്രത്തെയൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഭാവനയിലൂടെ ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ നിങ്ങളുടെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ കാഷായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അങ്ങനെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ നിലനിൽക്കുകയില്ല. സദാസമയവും ഇളകിപ്പോകും. സദാസമയവും ലൗകികത്തിൽ തന്നെ നിൽക്കും. ഒരിക്കലും നമ്മുടെ ശ്രദ്ധ തന്നിൽ താനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ആ നില ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഭാവം വേഷമൊന്നു മാറ്റിയാൽ ആ ഭാവം നിലനിൽക്കുമോ എന്ന് തോന്നലിലൂടെ ആ ഭാവത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ മറ്റു ഭാവങ്ങളിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ വേർതിരിച്ചു നിർത്താൻ ഒരു സഹായക വസ്തുവായിത്തീരും കാഷായം. അല്ലാതെ അത് അത്യാവശ്യമൊന്നുമല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ, ബാഹ്യ ഘടകങ്ങളുടെ സഹായമില്ലാതെ സ്വയം തന്നെ ആ ഭാവത്തിലേക്ക് ഉയർത്തി നിർത്താനുള്ള മനോദാർഢ്യം, മനോനില നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, എല്ലാം നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം, ഞാൻ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആരുടെയും ഭാര്യയല്ല, ഞാൻ ആരുടെയും അമ്മയോ അച്ഛനോ അല്ല, ഞാൻ അഹം ബ്രഹ്മാസ്മി നാഹം ദേഹോ. ഈ ശരീരമേ അല്ല ഞാൻ. ജന്മമൃത്യു കുതോമേ. പിന്നെ എവിടാ എനിക്ക് ജന്മം? പിന്നെ എവിടാ എനിക്ക് മരണം? ഞാൻ തന്നിലെ താനാണെന്ന് ബോധ്യപ്പെട്ട് ആ ഭാവത്തിൽ തന്നെ നിലനിർത്തുന്ന അവസരത്തിൽ അവൻ മരണമില്ലാത്ത വസ്തുവുമായിട്ട് യോജിച്ച് അതായിട്ട് നിൽക്കുകയാണ്. തന്നിലെ താൻ മരണമില്ലാത്ത വസ്തു. അതുകൊണ്ടാണ് അവൻ പറയുന്നത് ജന്മമൃത്യു കുതോമേ. എനിക്കെവിടാ ജന്മം? ഞാൻ ജനിക്കുന്നില്ല, ഞാൻ മരിക്കുന്നില്ല. കാരണം എന്താ? ജനിമൃതികളില്ലാത്ത ആ വസ്തുവാണ് തന്നിലെ താൻ. ആര്? എന്ത്? ആത്മചൈതന്യം. കൃഷ്ണൻ പറഞ്ഞ ആ ആത്മചൈതന്യം അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും ഉള്ളതായിട്ടുള്ള ആ ഉണ്മ, അത് തിരിച്ചറിവിലൂടെ നേടിയെടുക്കാൻ, മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ ഓരോരുത്തർക്കും ജാതി മത പരിഗണനകൾ കൂടാതെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ നമ്മളെല്ലാം പല പല വേലിക്കെട്ടുകൾക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അസ്വതന്ത്രരായി ആ അറിവിലേക്ക് ഉയരാൻ കഴിയാതെ പലരും പല വേലിക്കെട്ടുകൾക്കകത്ത് അടിമകളെ പോലെ കഴിയുകയാണ്. എന്നാൽ
സനാതനധർമ്മത്തിൽ ഇവിടെ ആരെയും വേലിക്കെട്ടുകൾക്കകത്ത് നിർത്തിയിട്ടില്ല. വേലിക്കെട്ടുകൾക്കകത്ത് കഴിയുമ്പോഴും അവിടെ വേലിക്കെട്ടുകളില്ലാത്ത ആ സ്വതന്ത്ര അന്തരീക്ഷം ഉണ്ട്. അത് കണ്ടെത്തണം. മറ്റുള്ള സ്ഥലങ്ങളിൽ ആ അന്തരീക്ഷം സാഹചര്യം ഇല്ല. ഇവിടെ അതുണ്ട്. ഇവിടെ ഉള്ളതായിട്ടുള്ള ആ അന്തരീക്ഷം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സർവചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെ മതപരിഗണന ഇല്ല. ഒരു മതത്തിനു വേണ്ടിയുള്ളതല്ല, സർവർക്കും വേണ്ടിയുള്ളതാണ്. സർവർക്കും ഈ മാർഗത്തിലൂടെ മാത്രമേ മോക്ഷത്തിലെത്താൻ സാധിക്കൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ മോക്ഷത്തിലേക്ക് എത്താനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്ന നില? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും വേലിക്കെട്ടുകൾക്കകത്ത് ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകുന്ന തരത്തിലുള്ള മോക്ഷം പ്രഖ്യാപിച്ച് ആ നിലയിലേക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യം എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിവുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ അതുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത്, ഇത് ഇവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, ഇത് സർവചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ യാതൊരു പ്രത്യേകതയുമില്ല. നീ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, നിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാധിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നീ, അതാണ് നിങ്ങൾ ഓരോരുത്തരും. അതാണ് തന്നിലെ താനായിരിക്കുന്നത്. തന്നിലെ താൻ നിരന്തരം നിങ്ങൾ കേൾക്കുകയാണ്. ഈ അദ്വൈതാനുഭൂതി തീരാറായി. ഇതുപോലെ ഒരു അവസരം നിരന്തരമായിട്ട് ആ വസ്തുവിനെക്കുറിച്ച് തന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കാൻ ഒരവസരം കിട്ടുകയില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിൽ തന്നെയുള്ള താനിലേക്ക് ഉദ്ധരിപ്പിച്ച് അതിൽ സ്ഥിരപ്പെടുത്തണം. സ്വയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇത് ശരിയാണെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം, ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ഈ കുട്ടപ്പനോ ഗോമതിയോ ഗോപാലനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ നായരോ ഈഴവനോ ഒന്നുമല്ല ഞാൻ. ജാതിക്കും നീതിക്കും കുലത്തിനും ഗോത്രത്തിനും ഒക്കെ അന്യമായിട്ടുള്ള, അതിൻ്റെ ഒന്നും യാതൊരു സ്പർശവുമേൽക്കാത്ത ശുദ്ധസ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ വസ്തു തന്നിലെത്താൻ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, എൻ്റെ ഇതപര്യന്തം ഞാൻ ജീവിച്ചിട്ടുള്ള എല്ലാ ശരീരങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, എൻ്റെ എല്ലാ ജന്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഈ ശരീരത്തിൽ അതിനെ കാണാതെ കാണണം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ഉണർവ് നില, ആ ബോധസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. തന്നിലെ താൻ എന്ന് പറഞ്ഞാൽ ആ ബോധസ്വരൂപം.
ആ അറിവ് നില. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ അതാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നിരന്തര വിചാരത്തിലൂടെ ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ നിൽക്കത്തക്കവണ്ണം ഉള്ള ചിന്ത നിങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. അതിനാണ് ആ മന്ത്രം സോഹം സോഹം സോഹം, ശിവോഹം 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 എന്ന് പറയുമ്പോൾ തന്നിലെ താൻ, ഞാൻ എന്നിലെ ഞാനല്ല, ഞാൻ എന്നിലെ താൻ എന്ന ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ശിവോഹം ശിവോഹം എന്ന മന്ത്രം ചൊല്ലുമ്പോൾ, സോഹം സോഹം എന്ന മന്ത്രം ചൊല്ലുമ്പോൾ, ഞാൻ എന്നിലെ താൻ എന്ന് പറയുമ്പോൾ ആ താൻ എന്നിൽ മാത്രമല്ല സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, ജാതി മത വ്യത്യാസം കൂടാതെ ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ ദേവൻ, അതാകുന്നു എൻ്റെ യഥാർത്ഥ നില. ആ യഥാർത്ഥ നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരത്വത്തിലേക്ക് നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ, സർവഭൂതങ്ങളിലും അന്തരാത്മാവായിട്ട് വർത്തിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലും വർത്തിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ്, ആരാണോ തന്നിൽ അതിനെ തിരിച്ചറിഞ്ഞ് സ്വയം ഈ ശരീരത്തിൽ അതായിരിക്കുന്നത്, അതാണ് സാക്ഷാത്കാര നില. ആത്മസാക്ഷാത്കാരം ആർക്കുമാകാം. ഇനി കൈലാസത്തിൽ പോയി ഏതെങ്കിലും ഒരു സ്വാമിയെ കണ്ട് ആത്മസാക്ഷാത്കാരം നേടണം എന്ന് പറഞ്ഞ് കൈലാസത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വെച്ച് തന്നെ ആ ആത്മസാക്ഷാത്കാരം നേടാം. അതിനുള്ള റെഡിനെസ് നിങ്ങളിലുണ്ടാകണം, സന്നദ്ധത. പക്ഷെ നിങ്ങളിപ്പോഴും വീട്ടിനകത്ത് കിടന്ന് ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ് എന്ന് പറഞ്ഞ് നാമരൂപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും കാലം കഴിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാലം കഴിയുമ്പോൾ ചത്തുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തെ ചത്തുപോകുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കാതെ ഈ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണമില്ലാത്ത ആ വസ്തുബോധത്തിലേക്ക് ഉണർന്ന് ആ വസ്തുവായിട്ട് നിങ്ങൾ സ്വയം മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണമില്ലാത്ത നിലയിലേക്ക് ഉയരാൻ സാധിക്കും. അത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരവർ നടത്തേണ്ട കാര്യമാണ്, വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പം എനിക്ക് നിങ്ങളെ ആ നിലയിലേക്ക് ഉയർത്താൻ കഴിയില്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അതാണ് ഭഗവത്ഗീത പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉയർത്തണം, ഒരു തടസ്സവുമില്ല. നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നയാളായാലും, കടക്കാരനായാലും ശരി, പട്ടിണി കിടക്കുന്നവനായാലും ശരി, ഉയർന്ന നിലയിൽ ജീവിക്കുന്നവനായാലും ശരി, താണ നിലയിൽ ജീവിക്കുന്നവനായാലും ശരി, താഴ്ന്ന കുലത്തിൽ ജീവിക്കുന്നവൻ എന്ന് കരുതുന്നവനായാലും ശരി, ആർക്കും അവിടെ ഒരു തടസ്സവുമില്ല. കാരണം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം താഴ്ന്നവനോ ഉയർന്നവനോ അല്ല. തൻ്റെ ഉള്ളിലെ ആത്മചൈതന്യം, അതിന് ജാതിയില്ല, മതമില്ല, താഴ്ചയില്ല, ഉയർച്ചയില്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, ഈശ്വര ചൈതന്യം. അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം ഈശ്വരനാകുന്നതിനുള്ള അവസ്ഥ കരതലാമലകം പോലെ സിദ്ധമായിരിക്കുകയാണ്. നിങ്ങൾ സ്വയം ഈശ്വരനാണ്. പക്ഷേ നിങ്ങൾ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈശ്വരനാണ്. എങ്ങനെയാണ് ഈശ്വരനാകുന്നത്? തന്നിലെ ഞാനിൽ നിന്ന് തന്നെ വിടർത്തി ആരാണോ തന്നിൽ താനായിരിക്കുന്നത്, അതാണ് ഈശ്വരത്വം. ആർക്കാകാൻ വയ്യാത്തത്? കടമുണ്ടെന്ന് പറഞ്ഞ് ആ നിലയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പാടില്ലേ?
തന്നിലെ തനിക്ക് കടമൊന്നുമില്ല, ഞാനിനാണ് കടം. തന്നിലെ തനിക്ക് കടമൊന്നുമില്ല. ഞാനിനുള്ള കടം എങ്ങനെയുള്ളതാണ്? ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ഞാൻ ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് ഉള്ളതുപോലെ ഉള്ളതായിട്ടുള്ള കടങ്ങളെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ഞാൻ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഞാൻ ഉള്ളതേ അല്ല. നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഞാനിലൂടെ ഉണ്ടാകുന്ന ഇല്ലാത്തതായിട്ടുള്ള ഭാവങ്ങളാണ് എല്ലാം. ഞാൻ ഭാവത്തിൽ നിന്ന് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിക്കുന്നത്, അവൻ അതിൽ നിന്നെല്ലാം മോചനം നേടുന്നു. അത് ഏതൊരാളിന് തന്നിൽ ആ ഭാവം നിലനിർത്താൻ സാധിക്കുന്നുവോ അവന് ആ നിലയിലേക്ക് ഉയരാൻ ഒരു തടസ്സവുമില്ല. ആ ആത്മാവിനെക്കുറിച്ച് തത്വബോധത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നിങ്ങൾക്കറിയാം. ആ ആത്മതത്വം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദസ്വരൂപ സൻ യഃ തിഷ്ഠതി സ ആത്മാ. എപ്പോഴും ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാതിരിക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളതായിട്ടുള്ള ആ വസ്തു, അതാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. നമുക്ക് 3 ശരീരങ്ങളുണ്ട്. ഇത് സ്ഥൂല ശരീരത്തിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ സ്വപ്നം കാണുന്നത് സൂക്ഷ്മ ശരീരത്തിൽ. അത് കഴിഞ്ഞ് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ കാരണ ശരീരത്തിൽ. ഈ ശരീരങ്ങളെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഈ ഉള്ളതുപോലെ കാണപ്പെടുന്ന ശരീരത്തിൽ അന്യമായിരിക്കുന്ന, അതാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത. പഞ്ചകോശങ്ങൾ, അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. എത്ര കോശങ്ങൾക്കകത്താണ് ഇത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്? ഈ ആത്മചൈതന്യം, അവരവരിലെ ആത്മചൈതന്യം, ഓരോരുത്തരിലെയും ആത്മചൈതന്യം എത്രയെത്ര കവറിങ്ങിന് ഉള്ളിലാണിരിക്കുന്നത്. അതിനെക്കുറിച്ച് ബോധവാനായി, അതാണ് ഞാൻ അതാണ് എന്ന് ബോധിച്ച്, ആ ബോധനിലയിൽ ആർക്കാണോ തൻ്റെ ശ്രദ്ധയെ ഉയർത്തേണ്ടതായിട്ടുള്ളത് എങ്കിൽ ആ ആത്മചൈതന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. അതാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി. അവസ്ഥകൾക്കെല്ലാം സാക്ഷി. ജാഗ്രത അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് മുമ്പ് വീട്ടിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, അതിനെല്ലാം സാക്ഷി. രാവിലെ ഓഫീസിൽ ജോലിക്ക് പോയിരുന്നു, അതിനും സാക്ഷി. എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ആത്മചൈതന്യം, അവസ്ഥാത്രയ സാക്ഷി. ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് 1 മണിക്കൂർ കിടന്നുറങ്ങി, ആ ഉറക്കത്തിനും സാക്ഷി. അതാണ് അവസ്ഥാത്രയ സാക്ഷി. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷി. ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെ മാത്രമാണ് ഒന്നും അറിയാതെ കിടന്നുറങ്ങിയത്. സുഖനിദ്ര, ഗാഠനിദ്ര, സുഷുപ്തിയിലായിരുന്നു. അതിനും സാക്ഷി. അവസ്ഥാത്രയ സാക്ഷി. എന്താണ്? സച്ചിദാനന്ദ സ്വരൂപ. സത് ചിത് ആനന്ദസ്വരൂപം. സത് 3 കാലത്തും നിലനിൽക്കുന്നത്. സത്സ്വരൂപം, ചിത് ബോധസ്വരൂപം, ആനന്ദം സുഖസ്വരൂപം. സത് ചിത് ആനന്ദസ്വരൂപം. ഏത്? തൻ്റെ ഉള്ളിലെ താൻ. ഇത് അന്യമായിട്ടിരിക്കുന്നതല്ല, തന്നിലെ താൻ. എങ്ങും പോകേണ്ട കാര്യമില്ല. തന്നിലുണ്ടായിട്ടും താൻ അറിയാതിരിക്കുന്ന തൻ്റെ സ്വരൂപം, അതാണ് ആത്മചൈതന്യം. അതാണ് ഇവിടെ പറയുന്നത്. തത്വബോധത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ
യഃ തിഷ്ഠതി. ഏതൊന്നാണോ ഉള്ളതായിട്ടുള്ളത്. ആരില്ല ഇല്ലാത്തത്? എല്ലാവരിലും. ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവനിലും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവനിലും ഉള്ളതായിട്ടുള്ള ആ ഉണ്മ, അതിനെയാണ് തിരിച്ചറിയേണ്ടത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മോപനിഷത്ത് പറയുന്നത്. തത് സൂത്രം ധാരയേത് യോഗി. തത് സൂത്രം ഏതാ? ആ ബ്രഹ്മമാകുന്ന സൂത്രം, തന്നിലെ താനാകുന്ന സൂത്രം. തന്നിലെ താൻ, എന്നിലെ താൻ തന്നെയാണ് അവനിലെയും താൻ, അവളിലെയും താൻ, ഹിന്ദുവിലെയും താൻ, ക്രിസ്ത്യാനിയിലെയും താൻ. തന്നിലെ താൻ, ഞാനല്ല. എന്നിലെ ഞാൻ എന്നിൽ മാത്രം. പക്ഷേ എന്നിലെ താൻ അവനിലെയും താൻ, അവളിലെയും താൻ, ഹിന്ദുവിലെയും താൻ, ക്രിസ്ത്യാനിയിലെയും താൻ, മുസൽമാനിലെയും താൻ. അത് ഏകം. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി. ആ സൂത്രം, ബ്രഹ്മമാകുന്ന സൂത്രം, ആത്മചൈതന്യമാകുന്ന സൂത്രം, തന്നിലെ താനാകുന്ന സൂത്രം. തത് സൂത്രം ധാരയേത് യോഗി. യോഗിയായിട്ടുള്ളവൻ. ആരാ യോഗി? ഞാൻ അതാണെന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ, അവനാണ് യോഗി. നിങ്ങൾക്ക് ആർക്കുമാകാം ആ യോഗനില, യോഗിയാകാം. ഞാൻ അതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, സദാ ആ ഭാവത്തിലിരിക്കണം. ഓ യെസ്, ഐ എം ദാറ്റ്. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താൻ. ആ താൻ തന്നെയാണ് അവനിൽ കൂടെയും അവളിൽ കൂടെയും ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും സർവ്വചരാചരങ്ങളിൽ കൂടിയും പട്ടിയിൽ കൂടിയും പൂച്ചയിൽ കൂടിയും കൃമിയിൽ കൂടിയും കീടങ്ങളിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മവിദ്യോപനിഷത്ത് ബ്രഹ്മോപനിഷത്ത് പറയുന്നത് തത് സൂത്രം ധാരയേത് യോഗി. യോഗവിത്ത്, തത്വദർശിവാൻ. അവനാണ് തത്വദർശി. ആ തത്വത്തെ ദർശിച്ചവൻ. ഏതാ തത്വം? എന്താ തത്വം? നീ എന്ന് പറയുന്നത് നിന്നിലെ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്നിൽ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ തന്നിലെ താൻ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് തത്വം. അതിനെ അറിഞ്ഞവൻ, അവനെയാണ് തത്വദർശി എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ അറിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തത്വദർശിയാണ്. ആ തത്വത്തെ അറിയുന്നവരാണ്. ആ തത്വത്തെ അറിയുന്നവർ തന്നെയാണ് തത്വദർശി. അറിയൽ തന്നെയാണ് കാണൽ. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഏതൊന്നുകൊണ്ടാണോ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും കോർത്തിണക്കിയിരിക്കുന്നത്, ഏതൊരു സൂത്രം കൊണ്ടാണോ സർവചരാചരങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഏതുപോലെയാണോ ഒരു ചരടിൽ അനവധി മുത്തുമണികൾ കോർക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ആ ബ്രഹ്മമാകുന്ന സൂത്രത്താൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിൽ കൂടിയും ആ ചൈതന്യം, ആ ബ്രഹ്മമാകുന്ന സൂത്രം കടന്നു പോകുന്നത് കൊണ്ടാണ് അത് ജീവത്തായിട്ട് നിലനിൽക്കുന്നത്. ആനയിൽ കൂടിയും പശുവിൽ കൂടിയും പട്ടിയിൽ കൂടിയും കൃമിയിൽ കൂടിയും കീടത്തിൽ കൂടിയും നമ്മുടെ മലത്തിൽ കിടക്കുന്ന കൃമികളിൽ കൂടിയും ഒക്കെ എല്ലാത്തിൽ കൂടി എൻ്റെ ഉള്ളിൽ എന്നിൽ കൂടി കടന്നു പോകുന്ന ആ സൂത്രം തന്നെയാണ് എൻ്റെ ഉള്ളിൽ മലത്തിൽ കിടക്കുന്ന കൃമിയിൽ കൂടിയും കടന്നു പോകുന്നത്. ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. അനവധി മുത്തുമണികൾക്ക് നടുവിൽ കൂടി ഏത് പ്രകാരമാണോ ഒരു ചരട് കടന്നുപോയി ആ മുത്തുകളെയെല്ലാം കോർത്തിണക്കി ഒരു മാലയാക്കി നിർത്തുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നുപോയി എല്ലാത്തിനെയും ചൈതന്യവത്താക്കി കോർത്തു നിർത്തിയിരിക്കുന്നു.
എന്ന അറിവിലേക്ക് ഉണർന്ന് ആ സൂത്രത്തെ ആരാണോ ധാരണം ചെയ്യുന്നത്, ബ്രഹ്മചാരികളൊക്കെ സൂത്രം ധരിക്കാറുണ്ട്, യജ്ഞസൂത്രം ധരിക്കാറുണ്ട്. അതിന് പകരം ഈ അറിവിലേക്ക് ഉണർന്നവൻ ഏത് സൂത്രമാണ് ധരിക്കുന്നത്? യോഗിയുടെ സൂത്രം ഏതാണ്? ഈ അറിവാകുന്ന സൂത്രം. സർവചരാചരങ്ങളെയും കോർത്തിണക്കി കടന്നു പോകുന്ന ആ സൂത്രത്തെയാണ് ഒരു യോഗി ധാരണം ചെയ്യുന്നത്. നിങ്ങൾക്കും ധാരണം ചെയ്യാം, നിങ്ങൾക്കും ധരിക്കാം ഭാവനയിലൂടെ. ആ സൂത്രം എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്നില്ലേ? എന്നിൽ കൂടിയും അവനിൽ കൂടിയും ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ കൂടിയും പട്ടിയിൽ കൂടിയും പൂച്ചയിൽ കൂടിയും മരത്തിൽ കൂടിയും സർവ്വ ചെടി കൊടികളിൽ എല്ലാത്തിലും കൂടി സമുദ്രത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ജീവജാലങ്ങളിൽ കൂടിയും എന്നിൽ കൂടി കടന്നു പോകുന്ന അതേ സൂത്രം തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ സൂത്രത്തെ, തൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ സൂത്രത്തെ തിരിച്ചറിഞ്ഞ് അത് ഞാൻ ധരിച്ചിരിക്കുന്നു, അത് ഞാൻ ധരിച്ചിരിക്കുന്നു, നിങ്ങൾ ധരിക്കുകയൊന്നും വേണ്ട, അത് ഞാൻ ധരിച്ചിരിക്കുന്നു എന്ന ഭാവം മാത്രം മതി. യദ്ഭാവോ തദ്ഭവതു. അതിനെന്താ, ആർക്കും ഫീസൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അനുവാദം ആവശ്യമില്ല, ഭർത്താവിന് ഭാര്യയുടെ അനുവാദം ആവശ്യമില്ല. അനുവാദം ചോദിക്കാൻ പോയാൽ കിട്ടില്ല. അതുകൊണ്ട് അനുവാദമൊന്നും ചോദിക്കേണ്ട, നിങ്ങൾക്ക് സ്വയം ആ ഭാവത്തിലേക്ക് നിങ്ങൾ എല്ലാവരും അത് ധാരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ധാരണം ചെയ്യേണ്ടതായിട്ട് ഇല്ല, നിങ്ങൾ ധരിച്ചിരിക്കുകയാണ്. ആ ഭാവത്തിലേക്ക് നിങ്ങൾ ഉയർന്നാൽ മാത്രം മതി. യദ്ഭാവോ തദ്ഭവതു. അതാണ് ബ്രഹ്മോപനിഷത്ത് പറയുന്നത്. അത് യജുർവേദത്തിലെ മന്ത്രമാണ്. ഏന സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ തത് സൂത്രം ധാരയേത് യോഗി യോഗവിത്ത് തത്വദർശിവാൻ. ആ ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ സൂത്രത്തെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു എന്ന ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ ആരാ? യോഗവിത്ത്, തത്വദർശിവാൻ, തത്വത്തെ അറിഞ്ഞവൻ, അതാണ് തത്വദർശി. യോഗവിത്ത്, യോഗജ്ഞാനമുള്ളവൻ, യോഗവിദ്യ അറിയുന്നവൻ. എന്താ യോഗം? ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, ആ അറിവുമായിട്ട് യോജിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒന്നും കാണാതെ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഏന സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ തത് സൂത്രം ധാരയേത് യോഗി യോഗവിത്ത് തത്വദർശിവാൻ. ബൃഹദാരണ്യകോപനിഷത്ത് പറയും, ഇത് മനസ്സുകൊണ്ട് സാധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ കേട്ട കാര്യം നിങ്ങൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് യെസ് ഐ എം ദാറ്റ്, അത്രയേ ഉള്ളൂ, ഞാൻ അതാണ് സ്വയം ഡിക്ലെയർ ചെയ്യണം. ബൃഹദാരണ്യകോപനിഷത്ത് പറയുന്നു, മനസൈവാനുദ്രഷ്ടവ്യം നേഹ നാനാസ്തി കിഞ്ചന ന ഇഹ. ഇവിടെ നാനാ എന്നുള്ളതില്ലേ ഇല്ല. കാരണം എന്താണ്? ഉള്ളത് ഏകവസ്തു. ഏത്? എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സൂത്രം. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മ എന്ന് പറയുന്നത്. ആ സൂത്രം, അതാണ് നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്, തത് സൂത്രം ധാരയേത് യോഗി. നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാം, ഓ ഞാനും ഒരു യോഗി തന്നെ, ഐ എം ആൾസോ എ യോഗി. ചുമ്മാ യോഗി എന്ന് പറഞ്ഞാൽ പോരാ, ചുമ്മാ അല്ല യോഗി എന്ന് പറയുന്നത്. ഞാൻ ആ സൂത്രം ധാരണം ചെയ്തിരിക്കുന്നു.
ഏത് സൂത്രം? ആ ബ്രഹ്മമാകുന്ന സൂത്രം, ആ ആത്മചൈതന്യമാകുന്ന സൂത്രം, എന്നിലെ താനാകുന്ന സൂത്രം, സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യമാകുന്ന സൂത്രം, അത് എന്നിൽ കൂടിയും കടന്നു പോകുന്നു. യെസ്, ഉണ്ടല്ലോ. നിൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ കുറച്ച് കാണുന്നില്ല, എന്നെയും കുറച്ച് കാണണ്ട. എന്നിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. ഞാൻ അതിനെ അറിയുന്നു, ഞാൻ അതിനെ അറിയുന്നു. ആ അറിവുമായിട്ട് ഞാൻ യോജിച്ചിരിക്കുന്നു. സോ ഐ എം എ യോഗി. തൻ്റെ ഇടമായിട്ട് നിങ്ങൾക്ക് പറയാം, ഐ എം എ യോഗി. അതുമായിട്ട് ഞാൻ യോജിച്ചിരിക്കുന്നു. ഈ ശരീരത്തിലെ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാകുന്നു തന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ ശരീരത്തിൽ എന്നിലെ താനായിട്ടിരിക്കുന്നു. അതിനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. സദാ ആ ഭാവത്തിൽ തന്നെ ഞാൻ ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും എന്നിലെ ഞാൻ പഴയ നിലയ്ക്ക് പ്രവർത്തനക്ഷമമായിരിക്കും. അതിൽ പ്രസക്തിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രാരബ്ധാനുസാരം അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ആയം തീരുന്നതുവരെ. ഒരു പമ്പരം കറക്കി വിട്ടാൽ അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ആയം തീരുന്നതുവരെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ആയം തീരുമ്പോൾ ആ പമ്പരം കറക്കം നിന്ന് താഴെ വീഴുന്നത് പോലെ ഈ ശരീരത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ആയുസ് തീരുന്നതുവരെ ഇത് ഓടിക്കൊണ്ടിരിക്കും. ആ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതൊരാളാണോ ഈ അറിവിലേക്ക് ഉണർന്ന് ആ അറിവ് നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റി അതിൽ പ്രതിഷ്ഠിക്കുന്നത്, അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യശ്രദ്ധ സ ഏവ സഹ. ആ ശ്രദ്ധയിലേക്ക് ആരാണോ ഉണരുന്നത്, ഏതാ ശ്രദ്ധ? ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നിലെ താൻ. ആ യോഗ നിലയിലേക്ക് ആരാണോ ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചത്തുപോകുന്നതിന് മുൻപ് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിലൂടെ ആ അറിവ് നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ച് അതിൽ തന്നെ നിർത്തിക്കൊണ്ട് ജീവിക്കുന്നത്, ഒരു തടസ്സവുമില്ല. ഒരുത്തരെയും അറിയിക്കണ്ട. ഭർത്താവിനെ അറിയിക്കേണ്ട, ഭാര്യയെ അറിയിക്കേണ്ട, മക്കളെ അറിയിക്കേണ്ട. അവരെ കൂടെ ഈ നിലയിലേക്ക് ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആ നിലയിലേക്ക് ഉയരാൻ അവർ അർഹതയുള്ളവരാണെങ്കിൽ അവരെ കൂടെ ഉയർത്തണം. എന്താ നേട്ടം? ഉയർത്തിയാലുള്ള നേട്ടം, ഇനി ജന്മമില്ല. എന്തുകൊണ്ട് ജന്മമില്ല? മരണമില്ല. എന്തുകൊണ്ട് മരണമില്ല? ഏതൊരു വസ്തുവുമായിട്ടാണോ ഞാൻ എന്നെ യോജിപ്പിച്ചത്, ആ വസ്തു മരണമില്ലാത്ത വസ്തുവാണ്, അമരത്വമുള്ള വസ്തുവാണ്. അതാണ് തന്നിലെ താൻ. അതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചീള് കേസൊന്നുമല്ല, ചില്ലറ കാര്യമൊന്നുമല്ല. കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ദിവ്യമായ അറിവാണ്. ആ അറിവ് നിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി. ഇവിടെ നാനാത്വമാണ് കാണപ്പെടുന്നത് എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ പുനരഭിജനനം, പുനരഭിമരണം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മരിക്കാതിരിക്കണമെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഒരു സംശയവും വേണ്ട. ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. ഒരുത്തരും അനുവദിക്കില്ല. വീട്ടിൽ ചോദിച്ചിട്ടാകാം, ഭാര്യയോട് ചോദിച്ചിട്ടാകാം, ഭർത്താവിനോട് ചോദിച്ചിട്ടാകാം, ഒരുത്തരും അനുവദിക്കില്ല. നിങ്ങൾക്കിത് കേൾക്കാനൊരവസരം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ഈ ശരീരാഭിമാനിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ.
അതാണ് എന്ന് ബോധിച്ച് അതുമായിട്ട് ആരാണോ തൻ്റെ ശ്രദ്ധയെ യോജിപ്പിക്കുന്നത്, സദാ യോജിപ്പിച്ച് നിർത്തുന്നത്, അവനെയാണ് യോഗി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും യോഗനിലയിലേക്ക് നിങ്ങൾക്ക് ഉദ്ധരിപ്പിക്കാം. മറ്റൊരുത്തരുടെയും സഹായം അതിനാവശ്യമില്ല. ഏതെങ്കിലും സ്വാമിയെ കണ്ട് എനിക്കൊന്ന് യോഗി ആയാൽ കൊള്ളാം എന്നൊന്നും പറഞ്ഞ് ഒരു സ്വാമിയും കാണാൻ പോകണ്ട. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ യോഗിയായിട്ട് മാറ്റാം. എങ്ങനെയാണ് യോഗിയായിട്ട് മാറ്റുന്നത്? ഈ ശരീരത്തിലെ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളെ വിടർത്തി തന്നിലെ താൻ ഭാവവുമായിട്ട് യോജിപ്പിക്കണം. എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? ഞാൻ അതാണ് എന്ന് അറിവിലൂടെ ഉറപ്പിച്ച് ആ ഉറച്ച നിലയിൽ തന്നെ സദാ നിൽക്കുക എന്നുള്ളതാണ് ആ യോജിപ്പിക്കൽ. സ്വാമി പറഞ്ഞതെല്ലാം മനസ്സിലായി, പക്ഷേ ആ യോജിപ്പിക്കൽ മാത്രം മനസ്സിലായില്ല. അത് സ്വാമിയെ പ്രത്യേകിച്ചൊന്ന് കണ്ട് ചോദിക്കണം. അതിൻ്റെ ആവശ്യമില്ല. ഈ അറിവ് നിലയിലേക്ക് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയില്ലേ, അതല്ലേ ഈ ഞാനാണോ? അല്ലല്ലോ. നിങ്ങൾ ഈ ഞാനാണ് ചത്തുപോകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ തൻ്റെ ശ്രദ്ധയെ ചത്തുപോകാത്ത തന്നിലെ താനിലേക്ക്, മരണമില്ലാത്ത തന്നിലെ താനിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ തയ്യാറാകുന്നത്, മാറ്റി പ്രതിഷ്ഠിക്കാൻ ആർക്കും സാധിക്കും. ഭാവം മാത്രം മതി. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിക്കുക. ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുക. ധരിച്ചാൾ വേറെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ നിന്ന് ആരാണോ വ്യതിചലിക്കാതിരിക്കുന്നത് അവൻ മരണമില്ലാത്ത നിലയെ പ്രാപിക്കുന്നു. ആ അവസ്ഥയിലാണ് ഒരാൾ മരിച്ചു പോകുന്നത് എങ്കിൽ അയാൾക്ക് പുനർജന്മമില്ല. ഞാൻ എന്നിലെ താനാണ് എന്ന് ബോധിച്ച് ആ ബോധ നിലയിൽ തന്നെ നിരന്തര വിചാരത്തിലൂടെ ഉറപ്പ് നേടിയിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പുനർജന്മമില്ല. എന്താ കാരണം? മോക്ഷം എവിടുന്നെങ്കിലും കിട്ടുന്നതല്ല. എവിടുന്നാണ് കിട്ടിയത്? നിങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ നശ്വരമായ മരണ സ്വഭാവമുള്ള ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മരണമില്ലാത്ത എങ്ങും നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്ന ആ ദിവ്യസ്വരൂപം, അതാണ് തന്നിലെ താൻ എന്ന അറിവ് നിലയിലേക്ക് ഉണർന്ന് ആ ഉണർവ് നിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, നിരന്തര വിചാരത്തിലൂടെ ആണ് അത് നിലനിർത്തേണ്ടത്. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആദ്യം കേൾക്കണം. അതാണ് ശ്രവണം. നിരന്തരമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? മനനം. നിരന്തരമായ മനനം. എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഞാൻ ഇതല്ല, ഈ കുട്ടപ്പനല്ല ഞാൻ, നാമരൂപധാരി അല്ലാത്ത എന്നിലെ താൻ. ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ ഭാവം നിങ്ങളിൽ വളർന്ന് വികസിച്ച് നിങ്ങളിൽ പ്രകാശമാനമായിത്തീരും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മനനത്തിലൂടെ. ആ മനനം പൂർണ്ണം ആകുന്ന നിലയാണ് നിധിധ്യാസനം, ഉറച്ച നില. ഏതറിവിനെയാണോ നിരന്തരമായിട്ട് മനനം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഉറപ്പ് നേടുമ്പോൾ ഉണ്ടാകുന്ന നിലയാണ് നിധിധ്യാസനം. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാൻ ഈ നാമരൂപധാരിയായ ഞാനല്ല,
ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാകുന്നു എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധനില. അതാണ് പൂർണ്ണബോധം. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം ക്ഷീണദോഷാഃ പ്രപശ്യന്തി ന ഇതരേ മായയാവൃതാഃ. ക്ഷീണദോഷാഃ പ്രപശ്യന്തി. ദോഷങ്ങളില്ലാത്ത സത്സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ശുദ്ധഹൃദയന്മാർക്കാണ് ഈ അറിവിലേക്ക് ഉണരാനും അതിനെ തന്നിൽ കാണാനും സാധിക്കുന്നത്. ഏതിനെക്കുറിച്ചാണോ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? തന്നിലെ തന്നെക്കുറിച്ച്. അതിനെ ആരാണ് കാണുന്നത്? ക്ഷീണദോഷാഃ പ്രപശ്യന്തി. ശുദ്ധഹൃദയന്മാർ. മലിനഹൃദയന്മാർക്ക് ഇതിനെ കാണാൻ സാധിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇത് രുദ്രഹൃദയോപനിഷത്തിലുള്ളതാണ്, യജുർവേദത്തിലുള്ളതാണ്. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം. ഒന്നും മനസ്സിലാകാത്ത കാര്യമില്ല. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം, തന്നിലെത്താൻ. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം സർവസാക്ഷിണം, സർവ്വതിനും സാക്ഷിയായിരിക്കുന്ന, ഈ ജന്മത്തിനും ഇതപര്യന്തമുള്ള എല്ലാ ജന്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ ആരാണ് കാണുന്നത്? ക്ഷീണദോഷാഃ പ്രപശ്യന്തി ന ഇതരേ മായയാവൃതാഃ. മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവർ. എന്താ മായ? ഈ കാണുന്ന പ്രപഞ്ചം, നാനാരൂപത്തിലുള്ള പ്രപഞ്ചം സത്യമാണെന്ന് കരുതി അതിൽ മുങ്ങിത്താഴ്ന്നു കിടക്കുന്നവരെയാണ് മായയാവൃതാഃ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. മായയിൽ മുങ്ങിക്കിടക്കുന്നവർ. ഈ പ്രപഞ്ചം സത്യമാണെന്നും അതിൽ ഭ്രമിച്ച് അതുമായി മുങ്ങി നടക്കുന്നവർക്കും ഇതിനെ കാണാൻ സാധിക്കുകയില്ല. ക്ഷീണദോഷാഃ പ്രപശ്യന്തി. ശുദ്ധഹൃദയന്മാർക്ക്. മലിനഹൃദയന്മാർക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല. സ്വശരീരേ സ്വയം ജ്യോതിസ്വരൂപം. എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളതായിട്ടുള്ള, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ ആർക്കാ കാണാൻ സാധിക്കുന്നത്? അതുകൊണ്ട് എന്താ വേണ്ടത്? ശുദ്ധഹൃദയത്തോടു കൂടിയവരായിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ശുദ്ധഹൃദയന്മാരല്ല എങ്കിൽ, ഈ നിലയിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ ഇനി മുതൽ, ഇന്നലെ വരെയുള്ള കാര്യങ്ങളൊക്കെ പോട്ട്, ഒരുപാട് അശുദ്ധികൾ നമ്മിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബേജാറാകേണ്ട കാര്യമില്ല. ഇനി മുതൽ, ഈ നിമിഷം മുതൽ അശുദ്ധഭാവം എന്നുള്ളത് ഇല്ല എന്ന തീരുമാനം എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നലെ വരെ ഉള്ള തെറ്റുകൾ, അശുദ്ധികൾ എല്ലാം അതൊക്കെ അങ്ങ് വിട്ടുകളയും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അതൊക്കെ പോട്ട്. അതൊക്കെ ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് എന്ന പട്ടികയിൽ നമുക്കതിനെല്ലാം തള്ളിക്കളയാം. ഈ ഞാനെന്ന് പറയുന്നത് തന്നെ ഉള്ളതേ അല്ല എന്നല്ലേ പറയുന്നത്. ആ ഞാനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്നിലെ മലിനതകളെല്ലാം. ഞാനിനെ തള്ളിക്കളയുമ്പോൾ ഞാനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ഞാനിനോടൊപ്പം പോകുന്നില്ലേ? പിന്നെ അവശേഷിക്കുന്നത് ആരാണ്? തന്നിലെ താൻ. ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ ആരാണോ തന്നിലെ താനിലേക്ക് മാറ്റുന്നത്, അതിൽ നിന്ന് ആരാണോ മാറാതിരിക്കുന്നത്, അവർക്ക് ഞാനിലുള്ള ഒരു ദോഷവും ബാധിക്കുകയില്ല. എപ്പോൾ? താനിൽ നിന്ന് മാറാതിരിക്കുകയാണെങ്കിൽ. സത്യം. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ